ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ പോണ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കണേ. അപ്പോൾ ലണ്ടനിലെ എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ചൈന ടൗൺ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചേക്കണേ. അപ്പോൾ എൻ്റെ വയറെന്ന് പറയുന്ന അനുസരിച്ചും പിന്നെ അതുപോലെ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിലാണ് ട്രൈ ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് ട്യൂബ് എടുത്താണ് പോകണം. ഒരു 3/4 മണിക്കൂറിൽ ചിലപ്പോൾ എത്തുമായിരിക്കും. അപ്പം അത് കഴിഞ്ഞ് അവിടെ തന്നെ അടുത്തടുത്തുള്ള റെസ്റ്റോറൻറ്റുകളും കാഫേസൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാം. അത് കഴിഞ്ഞ് പച്ചാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവരെയും ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്കെല്ലാം വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ അത് ഈ ഔട്ടർനെറ്റ് എന്ന് പറയുന്ന ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ വലിയൊരു സ്ക്രീനിൽ ഇതുപോലെ 3D പോലെ ഇതുപോലെയുള്ളൊരു ഷോ. എന്നാലും അത് കണ്ടു. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ കയറി വന്ന് ഇറങ്ങി. പക്ഷേ നമ്മുടെ മാപ്പ് കുറച്ചിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ നമ്മൾ നിയർലി എത്താറായി. ഒരു 3 മിനിറ്റ്സ് വാക്കും കൂടി ഉള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ സെയിം ബിയറിൻ്റെ തന്നെ ആരോടും മേടിക്കാൻ ഞാൻ പറയില്ല. കാരണം അത് ചോക്ലേറ്റ് മൂസിൻ്റെയാണ്. ഇവിടെ ഇരിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്കൊക്കെയാണ് ട്രൈ ചെയ്യാൻ ഞാൻ പറയുള്ളൂ. അതും കുറച്ചും കൂടി നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതാണ് ഏറ്റവും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. സോ അതിൻ്റെ അകത്തിരുന്ന് കഴിക്കണമെങ്കിൽ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പം എനിക്കിത് ട്രൈ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ട്രൈ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ടേക്ക് അവേ എടുക്കാമെന്ന്. അപ്പം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇരുന്നിട്ട് ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. സോ എനിക്ക് ഇരിക്കാനും കഴിക്കാനും ഒരു ഇടം കിട്ടിയില്ല. സോ നടന്ന വഴിക്കാനെ കഴിക്കേണ്ടി വന്നു. സോ ഗൈസ്, നമ്മൾ ആ ഫുഡ് ട്രൈ ചെയ്തു. അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോഴത്തേനും ഞാൻ അങ്ങനത്തെ സംഭവം മുമ്പ് കഴിച്ചിട്ടുള്ളത്. അത് അതിന് ആ ഷേപ്പിന് മാത്രമാണ്, ആ ബിയറിൻ്റെ ഷേപ്പിന് മാത്രമാണ് ഒരു പ്രത്യേകതയുള്ളൂ. ടേസ്റ്റ് ഒക്കെ നമ്മൾ മറ്റേ നോർമൽ കഴിക്കുന്ന ഒരു ചോക്ലേറ്റിൻ്റെ മൂസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെന്താ, അപ്പം ഐ വുഡ് റേറ്റ് ഒരു 6-7 ഔട്ട് ഓഫ് 10 ആണ്. പിന്നെ വേറെ ഫുഡ് ട്രൈ ചെയ്യാൻ പോകാനായിട്ട് എനിക്ക് എന്താ പറയുക, വയറിൽ സ്ഥലമില്ല. അത് ഇച്ചിരി വലുതായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നേരെ വീട്ടിൽ പോകാണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കിടന്ന് കറങ്ങാം എന്ന് വിചാരിച്ച് ഞാനിപ്പം എത്തിയേക്കണ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ബക്കിംഗ്ഹാം പാലസ്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാനപ്പോൾ ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് ഹൈഡ് പാർക്കിലേക്ക് നടക്കുമായിരുന്നു. എൻ്റെ 2 ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. എന്നോട് വരാൻ പറഞ്ഞ് വിളിച്ചു. ഗൈസ്, ഞങ്ങളപ്പോ ബോട്ടിൽ കയറാൻ വന്നേക്കാണ്. എനിക്ക് അതിനെയും പേടിപ്പിച്ച് ഐറ്റങ്ങളൊക്കെ പേടിപ്പിച്ച്. അപ്പൊ നമ്മള് ടോപ്പിക്ക് നമ്മൾ ഇവിടെ റേസ് നടത്താൻ പോവാണ്. നമ്മുടെ റേസസ് ഇവർ രണ്ടുപേരാണ്, നമ്മുടെ ഗെയിമേഴ്സ് ഇവർ രണ്ടുപേരാണ്. റോസ്പിൻ വേഴ്സസ് ദാറ്റ് പയ്യന്മാർ ഓവർ ദേർ. കം ഓൺ ഗയ്സ്, കം ഓൺ, ചൗട്ടി. ഉമർ തോപ്പിക്കണം. I said you guys. ഗൈസ്, ഞങ്ങളപ്പോ ഇന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വ്ളോഗ് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞങ്ങളവരെ പറ്റിച്ച് കഴിച്ചു. 1 മണിക്കൂറിന്റെ ബോട്ട് ഞങ്ങൾ 2 മണിക്കൂർ ഓടിച്ച്. എനിവേ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് എല്ലാവരും
വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് Subscribe ചെയ്യുക. ചെയ്യുക. ടാറ്റാ.